അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ് 45-ാമത്തെ ബാബ് സജ്ജനങ്ങളുമായി സഹവസിക്കുക എന്ന ആ ബാബ്, സജ്ജനങ്ങളെ സന്ദർശിക്കുക, അങ്ങുമായി കൂടുക എന്നതിൽ ഇപ്പോൾ അതിൽ 2-3 ഹദീസിനങ്ങ് മുന്നിൽ വിശദീകരിച്ചിട്ടേക്ക് ഇന്നിപ്പോ വിശദീകരിക്കോ പോണ്ടത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ഒരു സാധാരണ നിക്കാഹ് ആവുമ്പോൾ ഒരു പെണ്ണിടെ കുടുംബ തറവാട് മഹിമ നോക്കിയിട്ട് മങ്ങലവിടെന്നുള്ളത്, അതുപോലെ ഭംഗി നോക്കിയിട്ട് മങ്ങലവിടെന്നുള്ളത്, സ്വത്ത് നോക്കിയിട്ട് മങ്ങലവിടെന്നുള്ളത്. എന്നാൽ നീന് സെലക്ട് ആക്കേണ്ടത് ദീനുള്ള പെണ്ണിടെ സെലക്ട് ആക്കൽ കൊണ്ട് നീ വിജയിക്ക് എന്ന് അർത്ഥം വേണ്ട ഹദീസ്. ഈ ഹദീസ് സാധാരണ നിക്കാഹ് ഖുതുബലൊക്കെ ഓതുന്ന ഹദീസായിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു പെണ്ണ് ചൊല്ലത് അവൾ ഭാര്യയായി വരുമ്പോൾ അവൾ ജീവനത്തിൽ ഞങ്ങളൊട്ടു എല്ലാ സമയത്തും ഒട്ടുക സഹവസിക്കുന്നവളായിട്ടിരിക്കുന്നത്. അപ്പൊ ദീനുള്ള പെണ്ണാവണം കൂടെ ഞങ്ങൾ ഭാര്യയായി ഞങ്ങൾ സെലക്ട് ആക്കേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത് അതായിട്ടിരിക്കുന്നത്. എന്താ നാളെ ബാബു അങ്ങനെ തന്നെ നല്ല ആളുമാറായി സഹവസിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ സെലക്ട് ആക്കേണ്ടത് ദീനക്ക് മുൻതൂക്കം കൊടുത്തിട്ടാവണം എന്നുള്ളത്. അതായിട്ട് ഹദീസ് നമ്പർ 364 വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കടെ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുൻകഹുൽ മർഅതു, ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യപ്പെടും 4 കാര്യത്തിന് വേണ്ടി. നിക്കാഹ് ചെയ്യപ്പെടുന്നു, നിക്കാഹ് ആവുന്നുണ്ടല്ല, സാധാരണഗതിയിൽ അങ്ങനെ ആയിട്ടിട്ട് 4 കാര്യം നോക്കിയിട്ടായിട്ടിട്ട് സെലക്ട് ആക്കുക. ലിമാലിഹ, ഒന്നാമത്തത് അവളുടെ സ്വത്ത്, അവൾക്ക് സ്വത്തും സമ്പത്തുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് മങ്ങലവിടെ. വലി ഹസബിഹ, രണ്ടാമത് അവളെ തറവാട് നോക്കിയിട്ട്, അവളുടെ കുടുംബ മഹിമ നോക്കിയിട്ട് അങ്ങനെ മങ്ങലവിടെ ഉള്ളത്. വലി ജമാലിഹ, അവളെ ചന്ത നോക്കിയിട്ട് മങ്ങലവിടെ ഉള്ളത്. വലി ദീനിഹ, ഒരു പെണ്ണിന്റെ ദീന് നോക്കിയിട്ട് മങ്ങലവിടെ. അപ്പൊ 4 കാര്യം കൊണ്ട് സെലക്ട് ആക്കിയിട്ട് ഫൗഫർ ബിദാത്തി ദീൻ, നിബിത്തങ്ങൾ ചെല്ല് ദീനുള്ള പെണ്ണിടെ സെലക്ട് ആക്കൽക്കൊണ്ട് നീ വിജയിക്ക്. അപ്പൊ നീന് പ്രാധാന്യം കൊടുക്കേണ്ടത്, മുൻതൂക്കം കൊടുക്കേണ്ടത് ദീനുള്ള പെണ്ണിനെ കയറ്റിക്കല്. എന്നിട്ട് തരിപത്തിയതാക്ക്, തരിപത്തിയതാക്കുന്നതിന്റെ അർത്ഥം നേരെ അർത്ഥം കൊണ്ട് 2 കൈയും മണ്ണിൽ പറന്നു പോട്ട് എന്നുള്ള അർത്ഥമായിട്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം ഈ സാധാരണ അറബികളിൽ ഒരു പദപ്രയോഗമായിട്ടിരിക്കുന്നത്, ഇഷ്ടമില്ലാത്തൊരു കാര്യത്തേക്ക് അങ്ങ് കൈയിടുമ്പോൾ ഒരു ചൊല്ല പദമായിട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ശരിയല്ല എന്ന് അങ്കതിൽ ഇഷ്ടമില്ല എന്നുള്ളത് അങ്ങ് ഉപയോഗമാക്കുന്ന പദമായിട്ടിരിക്കുന്നത്. അതായത് ഇതല്ലാത്ത ഒന്ന് സെലക്ട് ആക്കുമ്പോഴത്തേക്കും അവിടെ എന്താ ഇപ്പോൾ തെറ്റിക്കുന്നത്, അതാ അത്ര നല്ലതല്ല എന്നുള്ള. അപ്പൊ അതിന്റെ നേരെ അർത്ഥം പിന്നെ വേറെ പദങ്ങളുണ്ട്, ഇതുപോലത്തെ ചില പദങ്ങളുണ്ട്, അതിന്റെ നേരെ അർത്ഥം അവിടെ ഉദ്ദേശമില്ല. ആ ചെയ്തതിക്ക് 2 സപ്പോർട്ടും ഇല്ല എന്ന അർത്ഥത്തിലായിട്ടിട്ട് ആ പദങ്ങൾക്ക് ഉപയോഗമാക്കരുത്. മുത്തഫഖുൻ അലൈഹി. വമഅനാഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന്റെ അർത്ഥം വിശദീകരിക്കുക. അന്നന്നാസ യഖ്സിദൂന ഫിൽ ആദതി, സാധാരണഗതിയിൽ മനുഷ്യന്മാർ ഉദ്ദേശിക്കുന്നത് മിനൽ മർഅതി, പെണ്ണിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഹാദിൽ ഖിസാലുൽ അർബ, ഈ 4 കാര്യങ്ങളായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫഹ്റിസ് അൻ തലാ ദാത്തി ദീൻ, അതുകൊണ്ട് നീന് ദീനുടെ പെണ്ണിടെ തെരഞ്ഞെടുക്കൽ കൊണ്ട് നീ ആഗ്രഹിക്കണം. വൽഫർ ബിഹ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കണം. വഹ്റിസ് അലാ സുഹബത്തിഹ, ദീനുള്ള പെണ്ണിനോട്ടിക സഹവസിക്കലിനെ നീ എന്താക്കണം, ആഗ്രഹം വെക്കണം എന്നുള്ളത്. അപ്പോൾ അതാ കൂട്ടുകെട്ട് അത് നല്ല മുലട്ടുകാവണം. അപ്പോൾ പെണ്ണ് നല്ലാവണം, പെണ്ണ് ദീനുള്ള പെണ്ണാവണം. ദീനന്റെ കണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സുലഭമായിട്ടിരിക്കുന്നത്. സ്വത്തും സമ്പത്തും ഭംഗി എന്നുള്ളത് ശ്വാസത്വന്തുമല്ല, അത് നിലനിൽക്കുന്നതുമല്ല. അപ്പൊ അതിലെ പർവ്വത്തിൽ പോവണ്ട, അത് നോക്കിയിട്ടല്ല ഒരു പെണ്ണിടെ സെലക്ട് ആക്കേണ്ടത്, ദീന് കയറ്റിക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പൊ ഞങ്ങളെ കൂട്ടുകെട്ട് ദീനുള്ള ആളുമാരൊട്ടുകാവണം അല്ലെ. ഇപ്പൊ എന്താ സലഫി വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിടെ ഭംഗിലായി പിന്നെ സലഫിയാവിടെ, തബ്ലീഗിൽപ്പെട്ടവന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിന് തബ്ലീഗ് അവിടെ, ജമാഅത്ത് ഇസ്ലാമികൾ അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തവൻ ചേരല്ലാണ്ട് ഒരിക്കലും അത് നല്ലാവില്ല. അതുകൊണ്ടിട്ട് എപ്പോഴും നമുക്ക് നല്ല സ്വഭാവവും ദീനുമുള്ള പെണ്ണ്, ആ പെണ്ണിനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പെണ്ണുമായിട്ട് സഹവസിക്കേണ്ടത്. അപ്പൊ അത് ദീനുക്ക് ഉപകാരപ്പെട്ടു,
ഓൻ്റെ വിജയത്തിൽ അത് ഉപകാരപ്പെട്ടു, ഓൻ്റെ മക്കനെല്ലാവർക്കും ഉപകാരപ്പെട്ടു. അപ്പൊ മക്കൾ നന്നാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ നന്നാവുക എന്നുള്ളതായിട്ടില്ല. അപ്പൊ അത് വലിയൊരു ഭാഗമായിട്ടില്ല. ഇത് മക്കൾ നന്നാവേണ്ടതിൽ മാതാപിതാക്കളെ പാത്രം ചൊല്ലത് വളരെ ആവശ്യമായിട്ടില്ല. അത് നല്ല എങ്കിലേ മക്കളും നന്നാവും. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതുകൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.